വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് ഈയിടെ വിരമിച്ച ഇന്ത്യൻ താരം ആരാണ്? ആർ അശ്വിനാണ്. ടെസ്റ്റ് ക്രിക്കറ്റില് ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ആർ അശ്വിൻ. ഒന്നാം സ്ഥാനം ആർക്കാണ്? അനിൽ കുംബ്ലെക്കാണ് കേട്ടോ. ഉൾനാടൻ ജലപാതകൾ വഴി ചരക്ക് ഗതാഗതം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ജൽ വാഹക് പദ്ധതി. നെക്സ്റ്റ് വൺ, മദ്രാസ് മ്യൂസിക് അക്കാദമി നൽകുന്ന സംഗീത കലാനിധി MS സുബ്ബലക്ഷ്മി പുരസ്കാരം അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞത് എന്തുകൊണ്ടാണ്? കർണാടക സംഗീതജ്ഞൻ TM കൃഷ്ണയ്ക്കാണ് പുരസ്കാരം ലഭിച്ചിരുന്നത് എങ്കിലും അത് ലഭിച്ചതായി കോടതി അവകാശപ്പെടുന്നതിൽ നിന്ന് സുപ്രീം കോടതി അദ്ദേഹത്തെ വിലക്കുകയാണ്. കാരണമുണ്ട്. അതായത് സുബ്ബലക്ഷ്മിയെ TM കൃഷ്ണ മാധ്യമങ്ങളിലൂടെ പരിഹസിച്ചതിന്റെ പേരില് സുബ്ബലക്ഷ്മിയുടെ ചെറുമകൻ നൽകിയ ഹർജിയിലാണ് ഈ ഉത്തരവ്. ഓർക്കാട്ടോ. ഇനി അടുത്തത്, വിഖ്യാത തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ ഈയിടെ അന്തരിക്കുകയാണ്. അദ്ദേഹം എവിടെ വെച്ചാണ് അന്തരിച്ചത്? സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് ട്ടോ. പ്രമുഖ തബല വാദകനായ ഉസ്താദ് അല്ലാ രഗയുടെ പുത്രനാണ്. അപ്പൊ ഉസ്താദ് സക്കീർ ഹുസൈൻ, അതുപോലെ തന്നെ ഉസ്താദ് അല്ലാ രഗ, ഇവരൊക്കെ എന്താണ്? സക്കീർ ഹുസൈൻ രണ്ടുപേരും തബല വിദ്വാൻമാരാണെന്ന് ഓർക്കണം. ഇനി ഉസ്താദ് നമ്മുടെ സക്കീർ ഹുസൈൻ ഒരു പ്രത്യേകത ഉണ്ട്. 3 ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയ ഏക ഇന്ത്യക്കാരനാണ്. അപ്പൊ അദ്ദേഹത്തിന് 3 ഗ്രാമി കിട്ടിയിട്ടുണ്ട്. 3 ഗ്രാമി കിട്ടിയ ഒരേ ഒരു ഇന്ത്യക്കാരൻ ആരാണ്? ഉസ്താദ് സക്കീർ ഹുസൈൻ ആണ്. ഏത് സംഗീത ഉപകരണത്തിലാണ് അദ്ദേഹം വിദ്വാനായത്? തബലയിലാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ആരാണ്? ഉസ്താദ് അല്ലാ രഗ, അദ്ദേഹവും തബല വിദ്വാനാണ് കേട്ടോ. അടുത്തിടെ അന്തരിച്ച ഓം പ്രകാശ് ചൗട്ടാല ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു എന്ന് ഓർക്കുക. എവിടത്തെയാണ്? ഹരിയാനയുടെ മുഖ്യമന്ത്രി. എവിടത്തെ മുഖ്യമന്ത്രിയാണ്? ഹരിയാനയുടെ മുഖ്യമന്ത്രി. എത്രാമത്തെ ശിവഗിരി തീർത്ഥാടനമാണ് 2024 ഡിസംബർ 15 തുടങ്ങി 2025 ജാനുവരി 5 അവസാനിച്ചത്? 92ാമത്തെ ശിവഗിരി തീർത്ഥാടനം ട്ടോ. അപ്പൊ അത് ഓർക്കണം. 92ാമത്തെ ശിവഗിരി തീർത്ഥാടനം 2024 ഡിസംബർ 15 തുടങ്ങി ജാനുവരി 5 അവസാനിച്ചു. ഇനി കലാ, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലുള്ള സംഭാവനയ്ക്ക് 2024 നിയമസഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എം മുകുന്ദനാണ്. അതിനേക്കാൾ പ്രാധാന്യം 2023 ഈ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നാണ്. ഞാൻ ആളുടെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പ്രാധാന്യം എന്ന്. MT വാസുദേവൻ നായർക്കാണ്. ക്ലിയർ ആയല്ലോ? 2023 എന്താണ് നിയമസഭാ പുരസ്കാരം നേടിയത്? MT വാസുദേവൻ നായർ. 2024 നിയമസഭാ പുരസ്കാരം നേടിയത് M മുകുന്ദൻ. എന്തിനാ കൊടുക്കണേ? കലാ, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലുള്ള സംഭാവനയ്ക്കാണത് കൊടുക്കണേ. ന്യൂഡൽഹിയില് പുതിയതായി നിർമ്മിക്കുന്ന ദേശീയ മ്യൂസിയത്തിന്റെ പേരെന്താണ്? ഓർക്കുക, യുഗീൻ ഭാരത് എന്നാണ് പേര്. എന്താ പേര്? യുഗീൻ ഭാരത്. ദ ടൈംലെസ് ആൻഡ് എറ്റേണൽ ഇന്ത്യ എന്ന യുഗീൻ ഭാരത് അഥവാ ദ ടൈംലെസ് ആൻഡ് എറ്റേണൽ ഇന്ത്യ എന്നാണ് പേര്. ജൻപതില് നിലവിലുള്ള ദേശീയ മ്യൂസിയത്തിന് പകരമായിട്ടാണ് ഇത് നിലവിൽ വരണേ. ഫ്രാൻസിന്റെ സഹകരണത്തോടെയാണ് നമ്മൾ ഈ മ്യൂസിയം നിർമ്മിക്കണേ. അത്രയും കാര്യം അതിനെക്കുറിച്ച് ഓർത്തു വെക്കണം. അടുത്ത ചോദ്യം, നാഷണൽ ലിവിംഗ് ട്രഷർ ഓഫ് ഓസ്ട്രേലിയ എന്ന് അറിയപ്പെട്ടിരുന്ന വ്യക്തി ഈയിടെ അന്തരിക്കുകയാണ്. അദ്ദേഹം ആരാണ്? മൈക്കൽ ലൂണിംഗ് ആണ്. ആരാണ്? മൈക്കൽ ലൂണിംഗ് ആണ്. അദ്ദേഹം ഒരു കാർട്ടൂണിസ്റ്റ് ആണ്. അപ്പോൾ ഓസ്ട്രേലിയയുടെ ദേശീയ നിധി ആയി പരിഗണിക്കപ്പെട്ട കാർട്ടൂണിസ്റ്റ് ഡിസംബറിൽ അന്തരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് മൈക്കൽ ലൂണിംഗ് എന്നാണ് കേട്ടോ. അപ്പൊ 1969 മുതൽ 55 വർഷത്തോളം ഏജ് എന്ന പത്രത്തിനായി അദ്ദേഹം കാർട്ടൂണുകൾ വരച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഏജ് എന്നാണ് പത്രത്തിന്റെ പേര്.
ഓസ്ട്രേലിയൻ സാംസ്കാരിക മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് 1999 ഓസ്ട്രേലിയ ല്യൂണിഗിനെ ജീവിച്ചിരിക്കുന്ന ദേശീയ നിധി അഥവാ നാഷണൽ ലിവിംഗ് ട്രഷർ ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്, ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റിനെയാണ് അടുത്തിടെ പാർലമെന്റ് ഇംപീച്ച് ചെയ്തത്? എവിടത്തെയാണ്? ദക്ഷിണ കൊറിയ. എവിടത്തെയാണ്? ദക്ഷിണ കൊറിയ. ഇനി അപ്പോ ഇടക്കാല പ്രസിഡന്റ് ആയിട്ട് പിന്നെ പ്രധാനമന്ത്രിയായിരുന്ന ആരാണ്? ഹാൻ ഡക്സു അധികാരത്തിൽ വരികയും ചെയ്തു കേട്ടോ. പ്രധാനമന്ത്രിയായിരുന്ന ഹാൻ ഡക്സു ഇടക്കാല പ്രസിഡന്റ് ആയിട്ട് അധികാരത്തിൽ വരികയും ചെയ്തു. അടുത്തത് ജോർജിയയുടെ പ്രസിഡന്റായി ചുമതലയേറ്റ മുൻ ഫുട്ബോൾ താരം ആരാണ്? അപ്പൊ ഒരു ഫുട്ബോൾ താരം ഈയിടെ ജോർജിയയുടെ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റു. അദ്ദേഹത്തിന്റെ പേര് മിഖയിൽ കവേലാഷ്വിലി. മിഖയിൽ കവേലാഷ്വിലി. മിഖയിൽ കവേലാഷ്വിലി. അടുത്ത നോക്കൂ. പ്രപഞ്ചത്തിന്റെ പ്രായത്തേക്കാൾ അധികം വർഷം കൊണ്ട് തീർക്കേണ്ട ജോലി. പ്രപഞ്ചത്തിന്റെ പ്രായത്തേക്കാൾ അധികം വർഷം കൊണ്ട് തീർക്കേണ്ട ജോലി 5 മിനിറ്റിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടർ ചിപ്പുകൾ ഈ അടുത്തിടെ വികസിപ്പിച്ചു. ആ കമ്പ്യൂട്ടർ ചിപ്പിന്റെ പേര് എന്താണ്? വില്ലോ. WILLLO. വില്ലോ. എന്താണ് വില്ലോ? അതിന്റെ പ്രത്യേകത എന്താ? പ്രപഞ്ചത്തിന്റെ പ്രായത്തേക്കാൾ അധികം വർഷങ്ങൾ കൊണ്ട് തീർക്കേണ്ട ജോലി 5 മിനിറ്റിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടർ ചിപ്പിന്റെ പേരാണ് എന്ത്? വില്ലോ എന്ന് പറയുന്നത്. അടുത്തത് ഒരു ലേഡിയെ വിശേഷിപ്പിക്കുന്നതാണ് വനവിജ്ഞാന കോശം. അപ്പൊ വനവിജ്ഞാന കോശം എന്നറിയപ്പെടുന്ന ഒരു ലേഡി, അവർ കർണാടക സ്വദേശിയാണ്. അവർ ഈ അടുത്തിടെ അന്തരിച്ചു. അവരുടെ പേരെന്താണെന്ന് പഠിക്കുക. തുളസി ഗൗഡ. അപ്പൊ വനവിജ്ഞാന കോശം എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന കർണാടകത്തിലെ പ്രകൃതി സംരക്ഷക, പരിസ്ഥിതി സംരക്ഷക ആണ് തുളസി ഗൗഡ. പ്രകൃതി സംരക്ഷണത്തിനായി അവരുടെ ജീവിതം അവർ സമർപ്പിച്ചു. കൂടാണ്ട് 40,000-ത്തിലധികം വൃക്ഷത്തൈകൾ അവർ നട്ടുപിടിപ്പിക്കുകയും കൂടെ ചെയ്തു. അതുകൊണ്ടാണ് അവർക്ക് വനവിജ്ഞാന കോശം എന്ന് പേര് വരാൻ കാരണം. അതും ഓർക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ, രാജ്യത്ത് ആദ്യമായിട്ട് ഒരു പ്രമേഹ ബാങ്ക് നിലവിൽ വരികയാണ്. പ്രമേഹ ബയോ ബാങ്ക് നിലവിൽ വരികയാണ്. ഡയബറ്റീസ് ബയോ ബാങ്ക്. എവിടെയാണ് നിലവിൽ വന്നതെന്ന് ഓർക്കുക. ചെന്നൈയിലാണ് ഇത് നിലവിൽ വന്നത്. എവിടെയാണ്? ചെന്നൈയിലാണ് നിലവിൽ വന്നത്. അടുത്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുതിയ ആത്മകഥാ ഗ്രന്ഥത്തിന്റെ പേരെന്താ? അപ്പൊ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ആത്മകഥാ ഗ്രന്ഥം രചിക്കുകയുണ്ടായി. അതിന്റെ പേര് ഹോപ്പ് എന്നാണ്. എന്താണ്? ഹോപ്പ്. പക്ഷേ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി അത് അദ്ദേഹത്തിന്റെ, അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എന്താണ് ശരിയായിട്ടുള്ള രീതിയിലുള്ള ആത്മകഥയാണ്. അത് 2024 പുറത്തിറങ്ങിയിട്ടുണ്ട്. കൂടാണ്ട് ഇദ്ദേഹത്തിന്റെ ആത്മകഥ ഗ്രന്ഥത്തിന്റെ പേരാണ് ഹോപ്പ്. എന്താണ്? ഹോപ്പ് കേട്ടോ. അടുത്തത് അർബുദത്തെ ചെറുത്തു നിൽക്കുന്നതിനുള്ള വാക്സിൻ തദ്ദേശീയമായി നിർമ്മിച്ചു എന്ന അവകാശപ്പെട്ട് എത്തിയ രാജ്യം ഏതാണ്? ഒരു രാജ്യം പറയാണ് അർബുദത്തിനുള്ള മരുന്നൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു, ചെറുക്കുന്നതിനുള്ള വാക്സിൻ ഞങ്ങൾ കണ്ടുപിടിച്ചു. രാജ്യത്തിന്റെ പേരെന്താണ്? റഷ്യ എന്നാണ്. ഏതാണ് രാജ്യം? റഷ്യ. 2024 കേരള സാഹിത്യ അക്കാദമി മലയാള വിഭാഗം പുരസ്കാരം നേടിയത് ആരാണ്? ആരാ നേടിയറിയോ? കെ ജയകുമാർ ആണ് നേടിയത്. ആരാണ് നേടിയത്? കെ ജയകുമാർ ആണ് നേടിയത്. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമായ പിങ്കള കേശിനിക്കാണ് ലഭിച്ചത്. പിങ്കള കേശിനി. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരത്തിന്റെ പേരെന്താണ്? പിങ്കള കേശിനി. അതിനാണ് ലഭിച്ചത്. അടുത്തത് ശ്രദ്ധിക്കുക. സ്കൂട്ടർ സ്ഫോടനത്തിലൂടെ അടുത്തിടെ ഉക്രൈൻ വധിച്ച റഷ്യയുടെ ആണവ ജൈവ രാസായുധ സംരക്ഷണ സേനയുടെ മേധാവി ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിറിലോവ് ആണ്. ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിറിലോവ്. എന്താണ്? സ്കൂട്ടർ സ്ഫോടനത്തിലൂടെ അടുത്തിടെ ഉക്രൈൻ വധിച്ച റഷ്യയുടെ ആണവ ജൈവ രാസായുധ സംരക്ഷണ സേനയുടെ മേധാവി ാണ് ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിറിലോവ്. ക്ലിയർ ആയില്ലോ? അടുത്തത് നോക്കൂ. ഫിഫയുടെ 2024 പുരുഷ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ആരാണ് നേടിയത്? വിനീഷ്യസ് ജൂനിയർ ആണ്. ആരാണ്? വിനീഷ്യസ് ജൂനിയർ. അപ്പൊ ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം, ഫിഫ ദ ബെസ്റ്റ് അവാർഡ് 2024 നേടിയത് വിനീഷ്യസ് ജൂനിയർ. അടുത്തത് എന്താണ്?
സ്പാനിഷ് താരം എയ്റ്റാന ബോൺമാറ്റി. സ്പാനിഷ് താരം എയ്റ്റാന ബോൺമാറ്റി ആണ് മികച്ച വനിതാ താരം. ആരാണ് മികച്ച വനിതാ താരം? സ്പാനിഷ് താരമാണ് എയ്റ്റാന ബോൺമാറ്റി. എയ്റ്റാന ബോൺമാറ്റി ആണ് മികച്ച വനിതാ താരം, ഫിഫയുടെ മികച്ച വനിതാ താരം. അത് ഓർക്കണം കേട്ടോ. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് രാജ്യത്തെ പ്രസിഡന്റിനെയാണ് അടുത്തിടെ പാർലമെന്റ് ഇംപീച്ച് ചെയ്തത്? ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റിനെയാണ്? ദക്ഷിണ കൊറിയ. എവിടത്തെയാണ്? ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റിനെയാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് GK കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒരു 10, 12, 15 എണ്ണം വെച്ച് നമ്മൾ ഇടയ്ക്ക് ആഴ്ചയിലൊക്കെ പഠിച്ചു പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായിരിക്കും പരീക്ഷയാവുമ്പോൾ കേട്ടോ. അപ്പോൾ ഭംഗിയായിട്ട് പഠിച്ചു പോവാൻ നിങ്ങൾ. ക്ലാസ് ഇഷ്ടപ്പെടുക വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.